റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പലരും കരുതുന്നത്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിരുത്തി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണൂ. എന്നിട്ട് ഞാൻ അവസാനം കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. ഈ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ശരിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ആദ്യം ഈ റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലാദ്യം എന്താണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ടോം പറഞ്ഞു എനിക്ക് വിശക്കുന്നു. ഇതാണ് ടോം കൃത്യമായിട്ട് പറഞ്ഞ വാക്കുകൾ. എനിക്ക് വിശക്കുന്നു. ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ടോം സെഡ് ഐ ആം ഹംഗ്രി. അപ്പൊ ഇതാണ് ടോം പറഞ്ഞ വാക്കുകൾ അല്ലെ. ഇനി ടോം എന്താണ് പറഞ്ഞത് എന്ന് ഇത് കേട്ട ഞാൻ വേറൊരാളോട് എന്റേതായ രീതിയിൽ പറയാൻ പോവുകയാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെയായിരിക്കും മലയാളത്തിൽ പറയുക? ടോം പറഞ്ഞു അവന് വിശക്കുന്നു എന്നായിരിക്കും പറയുന്നത് അല്ലെ. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും, ടോം സെഡ് ദാറ്റ്. അത് കഴിഞ്ഞതിന്റെ ബാക്കി നമ്മൾ ചേർക്കും. അപ്പൊ ഇതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരാൾ എന്ത് പറയുന്നു ആ കൃത്യമായ വാക്കുകൾ, ആ എക്സാക്ട് വേർഡ്സ്, അതാണ് ഡയറക്റ്റ് സ്പീച്ച്. അത് കേട്ട് നിൽക്കുന്ന ഒരാൾ അയാളുടെ രീതിയിൽ വേറൊരാളോട് പറയുന്നതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ ആദ്യം പറഞ്ഞ സെന്റൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാലോ, ടോം സെഡ് ഐ ആം ഹംഗ്രി. ആ ഒരു സെന്റൻസ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലെ. ആദ്യത്തെ പാർട്ട് ടോം സെഡ്, രണ്ടാമത്തെ പാർട്ട് ഐ ആം ഹംഗ്രി. അത് ടോം പറഞ്ഞ വാക്കുകളാണ് അല്ലെ. അപ്പൊ ഇതിന് ഈ രണ്ട് പാർട്സിനും നമ്മൾ ഇംഗ്ലീഷിൽ ഓരോ പേര് കൊടുക്കുന്നുണ്ട്. ആ ടോം സെഡ് എന്ന് പറയുന്നതിന് നമ്മൾ റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയും. ഐ ആം ഹംഗ്രി എന്ന് പറഞ്ഞില്ലേ ടോമിന്റെ വാക്കുകൾ, അതിന് റിപ്പോർട്ടഡ് ക്ലോസ് എന്നാണ് പറയുക. അപ്പൊ ഇത് ഞാനിവിടെ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയാമോ? പലപ്പോഴും ഇങ്ങനെ റിപ്പോർട്ടിംഗ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പൊ ഇവിടെ ടോം സെഡ് അത് പാസ്റ്റ് ടെൻസ് അല്ലേ. അതുപോലെ ഹി സെഡ്, ഷീ സെഡ് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. പക്ഷെ എപ്പോഴും ഇതുപോലെ പാസ്റ്റ് ടെൻസ് ആയിട്ട് തന്നെ വരണം എന്നില്ല. ഇപ്പൊ ടോം എന്നോട് ഇപ്പൊ പറയാണ് എനിക്ക് വിശക്കുന്നു. അതെങ്ങനെയായിരിക്കും നമ്മൾ മലയാളത്തിൽ പറയുക? ടോം പറയുന്നു എനിക്ക് വിശക്കുന്നു അല്ലെ. അത് ഇംഗ്ലീഷിൽ പറയുന്നത് ടോം സേസ് ഐ എം ഹംഗ്രി എന്നായിരിക്കും. വ്യത്യാസം കണ്ടോ? ആദ്യം ടോം സെഡ്, രണ്ടാമത്തേല് ടോം സേസ്. ഈ രണ്ട് ടൈപ്പ് സെന്റൻസസും നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾസിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഇങ്ങനെ റിപ്പോർട്ടിംഗ് ക്ലോസ് പാസ്റ്റ് ടെൻസിൽ വരുന്ന ടൈപ്പ് എക്സാമ്പിൾസ് എല്ലാം നമുക്ക് കവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. പിന്നെ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കണമെങ്കിൽ അതിന്റെ റൂൾസ് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം ടെൻസസ് വെച്ച് പഠിക്കുന്നതാണ്. ഓരോ ടെൻസിനും നമ്മൾ ഉപയോഗിക്കുന്ന റൂൾസ് എന്താണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് നമുക്ക് പ്രസന്റ് സിമ്പിൾ ടെൻസ് വെച്ച് തുടങ്ങാം. ആദ്യത്തെ എക്സാമ്പിൾ, റിയ പറഞ്ഞു എനിക്ക് ഗ്രീൻ ടീ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, റിയ പറഞ്ഞു. അവിടെ റിപ്പോർട്ടിംഗ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ ടൈപ്പ് സെന്റൻസസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് റിയ സെഡ്, എന്നിട്ട് നമ്മളൊരു കോമ ഇടും. അത് കഴിഞ്ഞാണ് റിയയുടെ വാക്കുകൾ നമ്മൾ ഇൻവേർട്ടഡ് കോമേഴ്സിൽ ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയും റിയ സെഡ് ഐ ലൈക്ക് ഗ്രീൻ ടീ. എനിക്ക് ഗ്രീൻ ടീ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ. ഐ ലൈക്ക് ഗ്രീൻ ടീ. ഐ ലൈക്ക് എന്നല്ല പറഞ്ഞത്, കാരണം അത് പ്രസന്റ് സിമ്പിൾ ടെൻസ് ആയതുകൊണ്ടാണ് അവിടെ ലൈക്ക് വന്നത്. ഇനി ഇതെനിക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കണം. അതായത് റിയ പറഞ്ഞു അവൾക്ക് ഗ്രീൻ ടീ ഇഷ്ടമാണെന്ന് എന്നെനിക്ക് പറയണം. അതെങ്ങനെയാ പറയാ? റിയ സെഡ് ദാറ്റ് ഷീ ലൈക്ഡ് ഗ്രീൻ ടീ. ഇവിടെ എന്താ വ്യത്യാസം വന്നതെന്ന് കണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞത് ഷീ ലൈക്ഡ് എന്നാണ്. ലൈക്സ് എന്നുള്ളതാണ് ആദ്യം കൊടുത്തിരുന്നത് അല്ലെ, പ്രസന്റ് സിമ്പിൾ ടെൻസ്. പക്ഷെ ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അത് ലൈക്ഡ് ആയി മാറി. അതായത് ആദ്യം ഉണ്ടായിരുന്ന പ്രസന്റ് സിമ്പിൾ ടെൻസ് മാറി ഇവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് വന്നു, ലൈക്ഡ് എന്ന് വന്നു അല്ലെ. അതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, സെന്റൻസിൽ ആദ്യം പറഞ്ഞത് ഐ ലൈക്ക് ഗ്രീൻ ടീ എന്നായിരുന്നു. അതായത് റിയ പറഞ്ഞ സ്വന്തം വാക്കുകൾ അതല്ലേ, എനിക്ക് ഗ്രീൻ ടീ ഇഷ്ടമാണ്. പക്ഷെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വന്നപ്പോ റിയ പറഞ്ഞു അവൾക്ക് ഇഷ്ടമാണെന്ന് പറയണ്ടേ. അതുകൊണ്ടാണ് ഐ എന്നത് മാറി ഇവിടെ ഷീ ആയി മാറിയത്. നമ്മൾ മലയാളത്തിലാണെങ്കിൽ ഇത് എങ്ങനെ പറയുന്ന ആ ഒരു ലോജിക് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ശരിയായിട്ട് ആ സെന്റൻസ് കിട്ടും.
അപ്പൊ മനസ്സിലായല്ലോ? ഇതൊന്ന്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിവിടെ പറഞ്ഞു റിയ സെഡ് ദാറ്റ്. റിയ സെഡ് കഴിഞ്ഞിട്ട് ഒരു ദാറ്റ് കൂടെ ഞാൻ ആഡ് ചെയ്തു അല്ലെ? ആ ദാറ്റ് അവിടെ പറയണമെന്ന് നിർബന്ധം ഒന്നുമില്ല. നമുക്ക് റിയ സെഡ് ഷീ ലൈക്ഡ് ഗ്രീൻ ടീ എന്ന് മാത്രവും പറയാം. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഒരു സംശയം തോന്നും, ഈ സെഡ് എന്ന് തന്നെ പറയണോ, ടോൾഡ് എന്ന് പറഞ്ഞുകൂടെ എന്ന്. ടോൾഡ് എന്ന് പറയാം, പക്ഷെ റിയ ഇത് ആരോടാണ് പറഞ്ഞത് എന്ന് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. റിയ ഇത് എന്നോടാണ് പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം റിയ ടോൾഡ് മീ ദാറ്റ് ഷീ ലൈക്ഡ് ഗ്രീൻ ടീ. അവിടെയും നമുക്ക് ദാറ്റ് ഇല്ലാതെ പറയാട്ടോ. റിയ ടോൾഡ് മീ ഷീ ലൈക്ഡ് ഗ്രീൻ ടീ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് സെഡ് കഴിഞ്ഞിട്ട് ആരോടാണ് പറഞ്ഞത് എന്നുള്ളത്. ഷീ സെഡ് മീ എന്ന് പറയില്ല. അങ്ങനെ പറയണമെങ്കിൽ ഷീ സെഡ് ടു മീ എന്ന് പറയാം. ഇനി ആരോടാണ് പറഞ്ഞത് എന്ന് എടുത്ത് പറയാൻ നമുക്ക് ഇല്ലെങ്കിൽ റിയ സെഡ് എന്ന് മാത്രം പറയാം. റിയ സെഡ് ഷീ ലൈക്ഡ് ഗ്രീൻ ടീ. പക്ഷെ ആരോടാണ് പറഞ്ഞത് എന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ, അവിടെ ആ ഒബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ ടോൾഡ് വരണം. പിന്നെ ഒരു കാര്യം, ഷീ ടോൾഡ് ടു മീ എന്ന് പറയരുത്. ടോൾഡ് കഴിഞ്ഞാൽ ടു പാടില്ല. ഷീ ടോൾഡ് മീ ഷീ ലൈക്ഡ് ഗ്രീൻ ടീ എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ ആദ്യത്തെ എക്സാമ്പിളിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി വരുന്നതൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. ടോം സെഡ് ഐ എം ടയർഡ്. ടോം പറഞ്ഞു ഞാൻ ടയർഡ് ആണ്. ഇതാണ് ടോമിന്റെ വാക്കുകൾ. ഇവിടെ നമ്മൾ എന്താണ് റൂൾ എന്ന് അറിയാമല്ലോ. പ്രസന്റ് സിമ്പിൾ ആണ് verb എങ്കിൽ അവിടെ അത് മാറുന്നത് പാസ്റ്റ് സിമ്പിൾ ആയിട്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എന്ത് പറയും? ഒന്നില്ലെങ്കിൽ പറയാം ടോം സെഡ് ദാറ്റ് he was tired. I am എന്നുള്ളതാണ് he was ആയത്. I എന്നുള്ളത് he ആവണം. ടോം ആയതുകൊണ്ട് I he ആവും. പിന്നെ am എന്നുള്ളതാണ് നമ്മൾ was പറഞ്ഞത്. I am എന്നുള്ളത് he was ആവും. മനസ്സിലായോ? അപ്പോ ടോം സെഡ് ദാറ്റ് he was tired. ഇതേ കാര്യം നമുക്ക് ടോൾഡ് ഉപയോഗിച്ച് പറയാം. ടോം ടോൾഡ് me that he was tired. ടോം എന്നോട് പറഞ്ഞു അവൻ ക്ഷീണിതനാണെന്ന്. ക്ലിയർ ആയല്ലോ? ഇനി ഇതേ എക്സാമ്പിള് ചെറിയൊരു വ്യത്യാസത്തോടെ നമുക്ക് നോക്കാം. They said we are tired. മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും, അവര് പറഞ്ഞു, അവരുടെ വാക്കുകൾ എന്താണ്? ഞങ്ങൾ ടയേർഡ് ആണ്, ഞങ്ങൾ ക്ഷീണിതരാണ്. അപ്പൊ നമുക്ക് മലയാളത്തിൽ പറയേണ്ടത് അവര് ക്ഷീണിതരാണെന്ന് അവര് പറഞ്ഞു എന്നാണ് അല്ലെ? ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? They said that they were tired. മനസ്സിലായോ? അപ്പൊ അവിടെ we എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ they എന്നാക്കി. പിന്നെ ആർ ടയേർഡ് എന്നാണ് പ്രസന്റ് ടെൻസിൽ വന്നത്. വി ആർ ടയേർഡ്. അത് പാസ്റ്റ് ടെൻസിൽ വരുമ്പോ were tired എന്ന് വരും. ആർ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് were ആണ് അല്ലെ? അതാണ് ഈ പറഞ്ഞത്. അപ്പോ they said that they were tired. ഇനി ഇത് നോക്കൂ. He said I work in a bank. അയാൾ പറഞ്ഞു, അയാളുടെ വാക്കുകൾ ഇതാണ്, ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് മാറ്റേണ്ടത്? അയാൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്ന് അയാൾ പറഞ്ഞു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലെ? അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിലാവും? He said that he worked in a bank. വർക്ക്സ് എന്നല്ലേ ആദ്യം വന്നത്? അത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആവണ്ടേ? അപ്പൊ worked എന്ന് വരും. അപ്പൊ സെന്റൻസ് എന്തായി? He said that he worked in a bank. ഇനി ഇതെനിക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, അയാൾ ഞങ്ങളോട് പറഞ്ഞു അയാൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്ന് എന്ന് പറയണമെങ്കിൽ he told us that he worked in a bank എന്ന് പറയാം. അവിടെ he told us എന്ന് പറയും, ഞങ്ങളോട് പറഞ്ഞു എന്ന്. എന്നോട് പറഞ്ഞു എന്നാണെങ്കിൽ he told me that എന്ന് പറയുമായിരുന്നു. ഇനി ഇത് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. പ്രസന്റ് സിമ്പിൾ ടെൻസിൽ വരുന്നതാണ്, പാസ്റ്റ് സിമ്പിളിലേക്ക് ആക്കണം. സെന്റൻസ് ഇതാണ്, I said I work in a bank. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ പറയുന്നത് അല്ലെ? അപ്പൊ ഇത് മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയും ഞാനൊരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും. ഞാനെന്ന് തന്നെയാണ് വരിക. ഇതേപോലെയാണ് ഇംഗ്ലീഷിലും. I said I worked in a bank. മനസ്സിലായോ? ആ ഐ എന്ന് പറയുന്നതിന് വ്യത്യാസമൊന്നും വന്നില്ല. കാരണം ഞാൻ എന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ആകെ വന്ന വ്യത്യാസം ആദ്യത്തെ സെന്റൻസിൽ ഐ വർക്ക് എന്നായിരുന്നു, അതിവിടെ ഐ വർക്ക്ഡ് എന്നായി മാറി. കാരണം പ്രസന്റ് സിമ്പിളിൽ വന്നത് പാസ്റ്റ് സിമ്പിളിലായി. ആ ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ വന്നുള്ളൂ. അപ്പോ എങ്ങനെയാണ് ഈ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ വരുന്ന കാര്യങ്ങൾ പാസ്റ്റ് സിമ്പിളിലേക്ക് മാറ്റുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ എപ്പോഴും ഇതുപോലെ മാത്രമായിരിക്കില്ല, വേറെ ചില ചേഞ്ചസ് കൂടെ നമുക്ക് സെന്റൻസസിൽ വരുത്തേണ്ടി വരും. അതായത് ഈ ടൈം ആൻഡ് പ്ലേസിന്റെ റെഫറൻസസ് വരുമ്പോൾ
ഉദാഹരണത്തിന് ഹിയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് there എന്നാക്കി മാറ്റേണ്ടി വരും. അതുപോലെ യെസ്റ്റർഡേ എന്ന് വരികയാണെങ്കിൽ അവിടെ നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എക്സാമ്പിൾസ് വരുമ്പോൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത ടെൻസ് നോക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ടോം പറയുന്ന വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഐ ആം സ്റ്റഡിയിങ് നൗ, ഇതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് ടോം പറഞ്ഞു അവൻ അപ്പോൾ പഠിക്കുകയായിരുന്നു എന്ന് പറയണം. അത് ഇംഗ്ലീഷിൽ എങ്ങനെ വരും? ടോം സെഡ് ദാറ്റ് ഹി വാസ് സ്റ്റഡിയിങ് ദെൻ. എന്താ വ്യത്യാസം എന്ന് കണ്ടോ? ആദ്യം ഐ ആം സ്റ്റഡിയിങ് എന്നാ വന്നത്, ഇവിടെ ഹി വാസ് സ്റ്റഡിയിങ്, പാസ്റ്റ് കണ്ടിന്യൂസ് വന്നു. പിന്നെ ആദ്യം നൗ എന്നുണ്ടായിരുന്നു, അത് മാറി ഇവിടെ ദെൻ വന്നു. അതായത് ഇപ്പോൾ എന്നതിന് പകരം അപ്പോൾ എന്നാക്കി. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ റൂള്, ശ്രദ്ധിക്കേണ്ടത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ടീന പറയാണ് വി ആർ ക്ലീനിങ് അവർ റൂം, ഞങ്ങൾ ഞങ്ങളുടെ റൂം വൃത്തിയാക്കുകയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക? ടീന സെഡ് ദേ വർ ക്ലീനിങ് their room. എന്തൊക്കെയാ വ്യത്യാസം വന്നത്? വി എന്നുള്ളത് മാറി ദേ വന്നു അല്ലെ? ടീന പറഞ്ഞു അവർ, അപ്പൊ അതുകൊണ്ട് ദേ വരണം. ഇനി ആ ക്ലീനിങ് എന്നുള്ളത് മാറി പാസ്റ്റ് ടെൻസ് വന്നു, വർ ക്ലീനിങ് ആയി. പിന്നെ ഞങ്ങളുടെ മുറി, അവർ റൂം എന്നുള്ളത് മാറി അവർ അവരുടെ റൂം വൃത്തിയാക്കുകയാണെന്നല്ലേ പറഞ്ഞത്, അപ്പൊ their റൂം എന്ന് വന്നു. അവർ എന്നത് മാറി their എന്ന് വന്നു. ഇനി വളരെ എളുപ്പമുള്ളൊരു സെന്റൻസ് നോക്കാം. മിനി പറയാണ് he isn't sleeping, അവൻ ഉറങ്ങുകയല്ല. ഇതാണ് മിനി പറഞ്ഞത്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കണം. മിനി പറഞ്ഞു അവൻ ഉറങ്ങുകയായിരുന്നില്ല എന്ന്. എന്താ പറയാ? മിനി സെഡ് he wasn't sleeping. അപ്പൊ മിനി പറഞ്ഞത് അവനെ പറ്റിയാണ് അല്ലെ? അപ്പൊ ആദ്യത്തെ സെന്റൻസിലും പറഞ്ഞു he isn't sleeping. ഇവിടെ പറയുന്നത് മിനി പറഞ്ഞു അവൻ ഉറങ്ങുകയായിരുന്നില്ല എന്ന്. ആ ഹി അങ്ങനെ തന്നെ ഇരിക്കും. മിനി സെഡ് he wasn't sleeping. isn't sleeping മാറി wasn't sleeping എന്ന് വന്നു. അപ്പോൾ പ്രസന്റ് സിംപിളും പ്രസന്റ് കണ്ടിന്യൂസും കഴിഞ്ഞു. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്. അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. അനുവിന്റെ വാക്കുകളാണ് കേട്ടോ. ഐ ഹാവ് ടേക്കൻ സം ഫോട്ടോസ് എന്നാണ് അനു പറയുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഐ ഹാവ് ടേക്കൻ എന്ന് വന്നില്ലേ? ഇത് എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ മാറുക എന്നറിയാമോ? അനു സെഡ് ദാറ്റ് ഷീ had taken some photos. എന്താണ് വ്യത്യാസം? have taken എന്നത് മാറി had taken എന്ന് വന്നു. അതായത് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, had taken. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എപ്പോഴെല്ലാം വരുന്നുണ്ടോ അവിടെ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. ഇനി ഈ പ്രസന്റ് പെർഫെക്റ്റിൽ തന്നെ വരുന്ന വേറൊരു സെന്റൻസ് ജോൺ പറയുന്നതാണ്. ഐ ഹാവ് ബീൻ ടു ജപ്പാൻ, ഞാൻ ജപ്പാനിൽ പോയിട്ടുണ്ട് എന്നാണ് ജോൺ പറയുന്നത്. ഇതാണ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കേണ്ടത്. എന്താ പറയാ? ജോൺ സെഡ് ഹി ഹാഡ് ബീൻ ടു ജപ്പാൻ. ഇത്രയേ ഉള്ളൂ. ഹാവ് ബീൻ എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് ബീൻ. റൂള് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രസന്റ് പെർഫെക്റ്റ് എന്നുള്ളത് മാറി പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരണം. ഇതുപോലെ വേറൊരു സെന്റൻസ്. ഞാൻ പറഞ്ഞു വി ഹാവിൻ മെയ്ഡ് എനി പ്ലാൻസ്, ഞങ്ങള് പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങള് പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണം അല്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ഐ സെഡ് വി ഹാഡിന്റ് മെയ്ഡ് എനി പ്ലാൻസ്. ഒരു വ്യത്യാസം ഇവിടെ വന്നിട്ടില്ല, കാരണം ഇവിടെ പറയുന്നത് ഞാൻ തന്നെയാണ്. ഐ സെഡ് വി ഹാഡിന്റ് മെയ്ഡ് എനി പ്ലാൻസ്. ആകെ വന്ന വ്യത്യാസം ഹാവിന്റ് മെയ്ഡ് എന്നുള്ളത് ഹാഡിന്റ് മെയ്ഡ് ആയി. അതായത് പ്രസന്റ് പെർഫെക്റ്റിൽ വന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കേണ്ടി വന്നു. അല്ലാതെ ഈ ഐ അല്ലെങ്കിൽ വി എന്നുള്ളത് ഒന്നിനും വ്യത്യാസം വരുന്നില്ല കേട്ടോ. അപ്പോ പ്രസന്റ് ടെൻസിൽ നമ്മളിപ്പോ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് മൂന്നെണ്ണം കഴിഞ്ഞല്ലോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൽ വരുന്ന സെന്റൻസസ് എങ്ങനെ മാറും എന്ന് നമുക്ക് നോക്കാം. റിയ പറയാണ് ഐ ഹാവ് ബീൻ റീഡിങ് എ ബുക്ക്. ഇതാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. കണ്ടോ? ഐ ഹാവ് ബീൻ റീഡിങ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ്, എപ്പോഴോ തുടങ്ങി. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക? റിയ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ റീഡിങ് എ ബുക്ക്. എന്താ വ്യത്യാസം? ഹാവ് ബീൻ റീഡിംഗ് എന്നുള്ളത് മാറി ഹാഡ് ബീൻ റീഡിംഗ് എന്ന് വന്നു. അതായത് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴെല്ലാം വരുന്നുണ്ടോ അത് പോയി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരും. മനസ്സിലായോ? അതാണ് അതിന്റെ റൂള്. ക്ലിയർ ആണല്ലോ?
പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മാറി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരും. ഇതുപോലെ ഒരു എക്സാമ്പിളോട് നോക്കാം. ഐ സെഡ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ സെഡ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്. അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരണ്ടേ? എന്ത് പറയും? ഐ സെഡ് ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഐ സെഡ് കഴിഞ്ഞിട്ട് ഐ തന്നെയാണ് വന്നത്. കാരണം ഞാൻ തന്നെയാണ് ഇവിടെ ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന്. അവിടെ വ്യത്യാസം വരില്ല. മനസ്സിലായോ? അപ്പോ ഐ സെഡ് ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഹാവ് ബീൻ വെയിറ്റിംഗ് മാറി ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്ന് വന്നു. അത് മാത്രമാണ് വന്നിരിക്കുന്ന ചേഞ്ച്. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസ് വരുമ്പോ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. ആദ്യം പാസ്റ്റ് സിമ്പിൾ ടെൻസ് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നാറുള്ളത് ഈ പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ വരുന്ന കാര്യങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തേത് നോക്കാം. ആദ്യം നമ്മൾ ജിം പറഞ്ഞ വാക്കുകളാണ് നോക്കുന്നത് കേട്ടോ. ജിം സെഡ് ഐ ബോട്ട് എ TV ലാസ്റ്റ് വീക്ക്. ജിം പറഞ്ഞത് ഇതാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു TV വാങ്ങി. ബോട്ട് എന്നാണ് പറഞ്ഞത് അല്ലെ? അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക? ഇവിടെ നമ്മൾ പറയുന്നത് ജിം സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് എ TV ദ പ്രീവിയസ് വീക്ക് എന്നാണ്. അപ്പൊ ദ പ്രീവിയസ് വീക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ടെൻസിൽ എന്താ സംഭവിച്ചത് നോക്കാം. ജിം പറഞ്ഞത് എന്താണ്? അവൻ കഴിഞ്ഞ ആഴ്ച ഒരു TV വാങ്ങിയിരുന്നു എന്ന്. അപ്പൊ ജിം സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട്. ഹാഡ് ബോട്ട് എന്ന് പറയുന്നതാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഹാഡും വേർബിന്റെ മൂന്നാമത്തെ ഫോമും. മനസ്സിലായോ? അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വേർബ് വന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഉടനെ പിടിച്ച് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റണം റിപ്പോർട്ടഡ് സ്പീച്ചിൽ. ഇതാണ് ഇവിടുത്തെ റൂൾ. ക്ലിയർ ആയല്ലോ? പിന്നെ ദ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞല്ലോ. എപ്പോഴെല്ലാം ഈ ദ ലാസ്റ്റ് എന്ന് പറഞ്ഞ വീക്ക് അല്ലെങ്കിൽ മന്ത് വരുന്നുണ്ടോ അവിടെ നമ്മൾ ദ പ്രീവിയസ് എന്ന് ആഡ് ചെയ്യും. ദ പ്രീവിയസ് വീക്ക്, ദ പ്രീവിയസ് മന്ത്, ദ പ്രീവിയസ് ഇയർ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ദ വീക്ക് ബിഫോർ എന്ന് പറയാം. മുന്നത്തെ ആഴ്ച എന്നുള്ള അർത്ഥത്തില് ദ വീക്ക് ബിഫോർ, ദ മന്ത് ബിഫോർ എന്ന് പറയാം. അപ്പൊ എന്താണ് റൂള്? പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ് വരുന്നതെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഹി സെഡ് ഐ സോ സാറ എ വീക്ക് എഗോ. ഒരാഴ്ച മുൻപ് ഞാൻ സാറയെ കണ്ടു എന്നാണ് ഇയാൾ പറഞ്ഞ വാക്കുകൾ. ഇതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്ത് പറയും? ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് സീൻ സാറ a week before. അത് അടുത്ത റൂള്. a week ago, ഒരാഴ്ച മുൻപ് എന്ന് a week ago എന്ന് വരുമ്പോ അതിന് a week before എന്നാക്കി മാറ്റണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു റൂൾ ഇവിടുത്തെ. അപ്പൊ ഇവിടെ ആദ്യം സോ എന്ന് പറഞ്ഞത് പാസ്റ്റ് സിമ്പിൾ ആയിരുന്നു. ഹാഡ് സീൻ എന്ന് പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി ടോം പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. മൈ സിസ്റ്റർ വെൻ ഷോപ്പിംഗ് യെസ്റ്റർഡേ. എന്റെ സഹോദരി ഇന്നലെ ഷോപ്പിങ്ങിന് പോയി. ഇതാണ് ടോം പറഞ്ഞത്. ഇത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ മലയാളത്തിൽ ഞാൻ എന്ത് പറയും? അവന്റെ സഹോദരി കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞു എന്ന് പറയും അല്ലെ? ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കൂ. ഹി സെഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഗോൺ ഷോപ്പിംഗ് ദ ഡേ ബിഫോർ. എന്താ വ്യത്യാസം വന്ന ഇവിടെ? ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞു മൈ സിസ്റ്റർ വെന്റ് ഷോപ്പിംഗ്. ഇവിടെ വെന്റ് അല്ല ഹാഡ് ഗോൺ എന്ന് വന്നു. വെന്റ് എന്ന് പറയുമ്പോൾ അത് ആ ഗോവിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, വേർബ് ടു ഫോം ആണ് അല്ലെ? ഇവിടെ നമ്മൾ ഹാഡിന്റെ കൂടെ ഗോൺ കൂടെ ചേർത്തു. അങ്ങനെയാണ് ഹാഡ് ഗോൺ കിട്ടിയത്. പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ആണ് വന്നത്. പിന്നെ മൈ സിസ്റ്റർ എന്നല്ല, ഹി സെഡ് ഹിസ് സിസ്റ്റർ, അവന്റെ സഹോദരി, ഹിസ് സിസ്റ്റർ എന്ന് മാറി. അത് മാത്രമല്ല യെസ്റ്റർഡേ എന്നുള്ളതിന് നമ്മൾ എന്താ പറഞ്ഞു നോക്കൂ? ദ ഡേ ബിഫോർ. ഇപ്പൊ യെസ്റ്റർഡേ എന്ന് എപ്പോഴെല്ലാം കാണുന്നുണ്ടോ അതിന് നമ്മൾ പറയാ ദ ഡേ ബിഫോർ, തലേ ദിവസം എന്നർത്ഥത്തില്. മനസ്സിലായോ? അപ്പൊ അവിടെ ദ ലാസ്റ്റ് ഡേ എന്നും അല്ല പറയുന്നത്, ദ ഡേ ബിഫോർ എന്ന് പറയും. ഇനി ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇത് പലർക്കും കൺഫ്യൂഷൻ തോന്നാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ജോൺ പറഞ്ഞതാണ് ഞാൻ ഊണ് കഴിച്ചു. അതെങ്ങനെ പറയും നമ്മള്? ഐ എയ്റ്റ് ലഞ്ച് എന്ന് പറയാം. ഊണ് കഴിച്ചു, ഐ എയ്റ്റ് ലഞ്ച്. പാസ്റ്റ് ആണ്, പാസ്റ്റ് സിമ്പിൾ. ഇതെങ്ങനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയും? അയാൾ ഊണ് കഴിച്ചിരുന്നു എന്ന് അയാൾ പറഞ്ഞു. ഇങ്ങനെ പറയും ഹി സെഡ് ഹി ഹാഡ് ഈറ്റൻ ലഞ്ച്. ഹാഡ് ഈറ്റൻ അത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? ഹി ഹാഡ് ഈറ്റൻ ലഞ്ച്. ഇനി ഈ ഊണ് കഴിക്കുക എന്നുള്ളതിന്
വേണമെങ്കിൽ നമുക്ക് ഈറ്റ് ലഞ്ചിന് പകരം ടു ഹാവ് ലഞ്ച് എന്ന് പറയാം. അപ്പൊ അവിടെ ഹാവ് ആണ് അവിടുത്തെ വേർബ്, മനസ്സിലായോ? അപ്പൊ അവിടെ ഊണ് കഴിച്ചു എന്ന് എങ്ങനെ പറയും? ഐ ഹാഡ് ലഞ്ച് എന്ന് പറയാം അല്ലെ, ഞാൻ ഊണ് കഴിച്ചു. ഐ എയ്റ്റ് ലഞ്ച് പോലെയാണ് ഐ ഹാഡ് ലഞ്ച് എന്നും നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുക? അവിടെ നമ്മൾ പറയും ഹി സെഡ് ഹി ഹാഡ് ലഞ്ച്. അതെങ്ങനെയാണ് അവിടെ രണ്ട് ഹാഡ് വന്നത്? ആദ്യത്തെ ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വേണ്ട ഒരു ഹാഡ് ഉണ്ടല്ലോ, അതാണ്. രണ്ടാമത്തെ ഹാഡ് അവിടുത്തെ വേർബിന്റെ മൂന്നാമത്തെ ഫോം. ഇവിടുത്തെ വേർബ് ഹാവ് അല്ലേ, ഈറ്റിന് പകരം നമ്മൾ ഹാവ് അല്ലേ യൂസ് ചെയ്തേ. അപ്പോ ഹാഡ് കഴിഞ്ഞിട്ട് ഹാവിന്റെ മൂന്നാമത്തെ ഫോം, വീണ്ടും ഒരു ഹാഡ് വന്നു. മനസ്സിലായോ എങ്ങനെയാണ് ഈ സെന്റൻസ് വന്നതെന്ന്? ഇവിടെ നമ്മൾ പറയാ ഹി സെഡ് ഹി ഹാഡ് ലഞ്ച്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെയും പറയാം ഹി സെഡ് ഹി ഹാഡ് ഈറ്റൻ ലഞ്ച്. പക്ഷെ എങ്ങനെയാണ് ഈ ഹാഡ് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞാണ്. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു എക്സാമ്പിളിലൂടെ കാണിക്കാം. ഇതാ ഇവിടെ ജോൺ പറയാണ് ഐ ടുക്ക് എ നാപ്പ്. ഞാൻ ഒന്ന് മയങ്ങി എന്നുള്ളതിനാണ് നമ്മൾ ടു ടേക്ക് എ നാപ്പ്. ഇപ്പൊ പാസ്റ്റ് ടെൻസ് ആണ് ഐ ടുക്ക് എ നാപ്പ്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കണം. എന്ത് പറയും? ഹി സെഡ് ഹി ഹാഡ് ടേക്കൻ എ നാപ്പ് അല്ലെ. അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കൊണ്ടുവരണ്ടേ. അപ്പൊ ഹാഡും ആ ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് അല്ല, സോറി V3 ഫോം ടേക്കനും കൂടെ വന്നു. എന്ത് പറഞ്ഞു? ഹി സെഡ് ഹി ഹാഡ് ടേക്കൻ എ നാപ്പ് എന്ന് പറഞ്ഞു. ഇനി ഈ മയങ്ങുക എന്നുള്ളതിന് ടു ടേക്ക് എ നാപ്പ് എന്നുള്ളതിന് പകരം ടു ഹാവ് എ നാപ്പ് എന്ന് പറയാം. അപ്പൊ അവിടെ മയങ്ങി എന്നുള്ളതിന് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഐ ഹാഡ് എ നാപ്പ് എന്ന്. ആദ്യം ഐ ടുക്ക് എ നാപ്പ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഐ ഹാഡ് എ നാപ്പ് എന്ന് പറയാം. ഇതെങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കും? അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കൊണ്ടുവരണം. അപ്പൊ ഒരു ഹാഡ് കൂടെ അവിടെ വരും അല്ലെ. എന്ത് പറയും? ഹി സെഡ് ഹി ഹാഡ് എ നാപ്പ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ ഹാഡ് എന്ന് പറയുന്നത്. ഹാഡ് എ നാപ്പ്, ഹാഡ് എ ഷവർ, ഹാഡ് ലഞ്ച് എന്നൊക്കെ പറയും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് സംശയം തോന്നാവുന്ന ഒരു എക്സാമ്പിൾ കൂടെ ഇതേ ഗ്രൂപ്പിൽ ഞാൻ കാണിക്കാം. അതായത് ഇവിടെ എല്ലാം നമ്മൾ പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുകയാണല്ലോ. ഈ സെന്റൻസ് നോക്കൂ. ഇതാരോ പറഞ്ഞതാണ് ദ ചെയർ വാസ് ബ്രോക്കൺ. കസേര ഒടിഞ്ഞതായിരുന്നു. പാസ്റ്റ് ടെൻസ് ആണ്. ദ ചെയർ വാസ് ബ്രോക്കൺ. ഇവിടെ ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ നിലയിലുള്ള, അതായത് അതൊരു ആഡ്ജക്റ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോ ഷീ വാസ് ലേസി എന്നൊക്കെ പറയുന്നത് പോലെയാണ് ദ ചെയർ വാസ് ബ്രോക്കൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വാസ് ആണ് പാസ്റ്റ് ടെൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വാസ് അല്ലെങ്കിൽ വേർ ഒക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുമ്പോ അവിടെ അതിനെ എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക റിപ്പോർട്ടഡ് സ്പീച്ചിൽ? ഇവിടെ നമ്മൾ പറയാ ദ ചെയർ ഹാഡ് ബീൻ ബ്രോക്കൺ എന്നാണ്. മനസ്സിലായോ? ആ വാസ് മാറി ഹാഡ് ബീൻ ആവും. ദ ചെയേഴ്സ് വേർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പറയും ദ ചെയേഴ്സ് ഹാഡ് ബീൻ ബ്രോക്കൺ. അപ്പൊ എപ്പോഴെല്ലാം വാസ് മാത്രമായിട്ട് വരുന്നുണ്ടോ അവിടെ നമ്മൾ ഹാഡ് ബീൻ ആണ് കൊണ്ടുവരിക. മനസ്സിലായോ? അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ആണ് ഹാഡ് ബീൻ. അപ്പോ ദ ഗേൾ വാസ് ടയേർഡ് എന്നാണ് സെന്റൻസ് എങ്കിൽ ഹി സെഡ് ദ ഗേൾ ഹാഡ് ബീൻ ടയേർഡ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലായല്ലോ? നമ്മൾ ഈ പാസ്റ്റ് സിമ്പിളിൽ വരുന്ന സെന്റൻസസ് നോക്കാനാണ് കൂടുതൽ സമയം എടുത്തത്. കാരണം അതാണ് പലർക്കും ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ള ഒരു ടൈപ്പ് സെന്റൻസ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് സെന്റൻസ് വരുന്നതെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ടഡ് ആക്കുന്നതാണ്. അപ്പൊ അതിനുള്ളൊരു എക്സാമ്പിൾ നോക്കൂ. മായ പറയാണ് ഐ വാസ് കുക്കിംഗ്. ഞാൻ കുക്ക് ചെയ്യുകയായിരുന്നു. അതാണ് പറഞ്ഞത്. ഐ വാസ് കുക്കിംഗ്. ഇതെങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കും? ഇവിടെ നമ്മൾ പറയും മായ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ കുക്കിംഗ്. മുൻപത്തെ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, വാസ് വരുമ്പോ അവിടെ നമ്മൾ ഹാഡ് ബീൻ കൊണ്ടുവരുമെന്ന്. അവിടെ വാസ് മാത്രമായിരുന്നു വേർബ്. ഇവിടെ വാസ് കുക്കിംഗ് കൂടെ ഉണ്ട്. അതായത് ഇവിടെ വന്നിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ആക്കുന്നത് നോക്കൂ. ഷീ ഹാഡ് ബീൻ കുക്കിംഗ് എന്ന് പറഞ്ഞു. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടാണ് ഇവിടെ വന്നത്. മനസ്സിലായോ? എപ്പോഴെല്ലാം പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നുണ്ടോ അവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. ഈ എക്സാമ്പിൾ നോക്കൂ. ഇത് കുറച്ച് പേര് നമ്മളോട് പറഞ്ഞതാണ്. വി were waiting here. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറയുന്നതായിരിക്കും ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. വി were waiting here. ഇതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക? അവിടെ കുറച്ച് പേര് പറഞ്ഞാൽ അപ്പൊ നമുക്ക് they എന്ന് പറയാം. They said they had been waiting there.
ഇവിടെ എന്തൊക്കെ വ്യത്യാസം വന്നു? were waiting എന്നുള്ളത് മാറി had been waiting വന്നു അല്ലെ? past perfect continuous വന്നു. കൂടാതെ ഹിയർ ഇവിടെ എന്നുള്ളത് മാറി അവിടെ എന്നായി, there എന്നായി. മുൻപ് നമ്മൾ now എന്നുള്ളത് മാറ്റി then ആക്കിയില്ലേ? അതുപോലെ ഹിയർ മാറി there വന്നു. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ തന്നെ വരുന്ന ഒരു എക്സാമ്പിളോട് നോക്കാം. ഇത് എന്റെ സിസ്റ്റർ പറഞ്ഞ കാര്യമാണ്. മൈ സിസ്റ്റർ സെഡ് ഐ വാസ് ക്ലീനിങ് യോർ റൂം. അപ്പൊ എന്റെ സിസ്റ്റർ ഇത് എന്നോടാ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? എന്റെ സിസ്റ്റർ എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ മുറി വൃത്തിയാക്കുകയായിരുന്നു എന്ന്. അപ്പൊ ഇത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് പറഞ്ഞു തുടങ്ങും? മൈ സിസ്റ്റർ സെഡ്, എന്റെ സഹോദരി പറഞ്ഞു അവൾ എന്റെ മുറി ക്ലീൻ ചെയ്യുകയായിരുന്നു എന്ന് പറയണം അല്ലെ? എന്ത് പറയും? മൈ സിസ്റ്റർ സെഡ് ഷീ ഹാഡ് ബീൻ ക്ലീനിങ് മൈ റൂം. അപ്പോ യോർ എന്നുള്ളത് മാറി മൈ എന്നായി മാറി. അങ്ങനെ നമ്മൾ പാസ്റ്റ് ടെൻസില് പാസ്റ്റ് സിമ്പിൾ കഴിഞ്ഞു, പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ആണല്ലോ. അപ്പോ പാസ്റ്റ് ടെൻസ് വന്നപ്പോൾ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റി. ഇനി പാസ്റ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു നല്ലൊരു വാർത്തയുള്ളത്, പാസ്റ്റ് പെർഫെക്റ്റിലാണ് സെന്റൻസ് വരുന്നതെങ്കിൽ അവിടെ ഒരു ചേഞ്ചും വരുത്തണ്ട. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അനു പറയാണ് ഐ ഹാഡ് ഡൺ ദ ഹോംവർക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ അനു സെഡ് ദാറ്റ് ഷീ ഹാഡ് ഡൺ ദ ഹോംവർക്ക്. അതായത് ഒരു വ്യത്യാസം വന്നില്ല. ഹാഡ് ഡൺ എന്ന് തന്നെയാണ് രണ്ട് സെന്റൻസസിൽ വന്നത്, കണ്ടില്ലേ? അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരികയാണെങ്കിൽ അവിടെ ഒരു ചേഞ്ചും വരുത്തണ്ട. നോ ചേഞ്ച് ഹാസ് ടു ബി മെയ്ഡ്. അപ്പോ ജോൺ പറഞ്ഞ വാക്കുകളാണിത്. ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ജോൺ പറഞ്ഞത്. അപ്പൊ നമുക്ക് പറയണം അയാൾ പറഞ്ഞു ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന്. എന്താ പറയാ? ഹി സെഡ് ദാറ്റ് ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഹാഡ് ലെഫ്റ്റ് തന്നെയാണ് ഇവിടെ വന്നത്. ഇതുപോലെ തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോഴും. ഇപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് ഞാൻ കാണിച്ചു തരാം. റിയ പറഞ്ഞതാണ് ഞാൻ ദിവസം മുഴുവനും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. ഇതാണ് റിയ പറഞ്ഞ എക്സാക്ട് വേർഡ്സ്. ഇത് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കണമല്ലോ. അപ്പൊ റിയ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ. ഇത് തന്നെയാണ് ഇൻഡയറക്ട് സ്പീച്ചിൽ നമ്മൾ പറയുന്നത്, മനസ്സിലായോ? അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ആണ് വെർബ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒരു ചേഞ്ചും ടെൻസിന്റെ കാര്യത്തിൽ വെർബിന്റെ കാര്യത്തിൽ വരുത്തണ്ട. അങ്ങനെ നമ്മൾ പ്രസന്റ് ടെൻസസ് എല്ലാം കവർ ചെയ്തു, പാസ്റ്റ് ടെൻസസ് നോക്കി. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസ് നോക്കണം. പക്ഷെ ഫ്യൂച്ചർ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ മിക്കവാറും വിൽ ആണ് ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ യൂസ് ചെയ്യാറുള്ളത് അല്ലെ? അപ്പൊ ഈ വിൽ എന്ന് പറയുന്നത് ഒരു മോഡൽ വെർബും ആണ്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് മോഡൽ വെർബ്സ് എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ കാര്യത്തിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മോഡൽ വെർബ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് വിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് അനു പറഞ്ഞ സെന്റൻസ് ആണ്. ഐ വിൽ കം ടുമോറോ. ഞാൻ നാളെ വരും. ഇതാണ് പറഞ്ഞത്. ഐ വിൽ കം ടുമോറോ. അപ്പൊ അവിടെ വിൽ അല്ലേ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക? അവിടെ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. മിക്കവാറും മോഡൽ വെർബ്സിനും അതിന്റെ ഒരു പാസ്റ്റ് ഫോം കൂടെ ഉണ്ടാവും അല്ലെ? വിൽ എന്നുള്ളതിന് നമുക്ക് വുഡ് ഉണ്ട്, ക്യാന് കുഡ് ഉണ്ട്. അത് യൂസ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ പറയും അനു സെഡ് ഷീ വുഡ് കം. വിൽ കം എന്നുള്ളത് മാറി വുഡ് കം ആയി. ഇനി അടുത്തൊരു വാക്ക് ഇവിടെ സൂക്ഷിക്കണം. ടുമോറോ എന്നാണ് പറഞ്ഞത്, നാളെ എന്നുള്ളതിന്. ആ ടുമോറോ എന്നുള്ളതിന് നമ്മൾ പറയുക ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോവിങ് ഡേ എന്നായിരിക്കും. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പിന്നെ ടുമോറോ എന്ന് തന്നെ പറയരുത്. ആ വാക്ക് മാറ്റിയിട്ട് ഒന്നില്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോവിങ് ഡേ എന്നാക്കി മാറ്റണം. അപ്പൊ റൂൾ എന്താന്ന് മനസ്സിലായല്ലോ. വിൽ വരുന്നിടത്തൊക്കെ നമുക്ക് വുഡ് ആക്കി മാറ്റിയാൽ മതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ. അപ്പൊ ഈ എക്സാമ്പിൾ നോക്കൂ. ഹി സെഡ് ഐ വിൽ ബി കമ്മിങ് നെക്സ്റ്റ് വീക്ക്. ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ടാകും എന്നാണ് പറയുന്നത്. ഐ വിൽ ബി കമ്മിങ് നെക്സ്റ്റ് വീക്ക്. അപ്പൊ ഇതെങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹി സെഡ് ദാറ്റ് ഹി വുഡ് ബി കമ്മിങ്. വിൽ ബി കമ്മിങ് മാറി വുഡ് ബി കമ്മിങ് എന്നായി. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, ദ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു. അതിന് പകരം നമ്മൾ എന്ത് പറയും? ഇവിടെ ദ ഫോളോവിങ് വീക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ദ വീക്ക് ആഫ്റ്റർ എന്നും പറയാം. മുൻപ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്നുള്ളതിന് ദ പ്രീവിയസ് വീക്ക് അല്ലെങ്കിൽ ദ വീക്ക് ബിഫോർ എന്ന് പറഞ്ഞില്ലേ? അതേപോലെയാണ് ഇവിടെ ദ ഫോളോവിങ് വീക്ക് അല്ലെങ്കിൽ ദ വീക്ക് ആഫ്റ്റർ. ഇതെന്തിനാ പറയുന്നത്? നെക്സ്റ്റ് വീക്ക് എന്നുള്ളതിന് പകരം. അപ്പോ വിൽ വരുമ്പോ വുഡ് എന്നാക്കി മാറ്റണം എന്ന് മനസ്സിലായല്ലോ. ഇതേപോലെയാണ് ക്യാനിന്റെ കാര്യത്തിലും. ക്യാന്റെ പാസ്റ്റ് ഫോം എന്താണ്? കുഡ് ആണ് അല്ലെ?
അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കൂ, അനുവിന്റെ വാക്കുകളാണ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അപ്പൊ ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയാ അനു സെഡ് ദാറ്റ് ഷീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. മനസ്സിലായോ? അനു സെഡ് ഷീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ക്യാൻ എന്നുള്ളത് കുഡായി മാറി, അത്രേ ഉള്ളൂ. ഇനി ഇതേപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ നോക്കൂ. ക്യാൻ കുഡ് വരുന്ന ടൈപ്പാണ് കേട്ടോ. ഷീ സെഡ് യു ക്യാൻ യൂസ് മൈ പെൻ. അപ്പൊ ഇത് സ്വാഭാവികമായും അവൾ എന്നോട് പറഞ്ഞ കാര്യമാണല്ലോ. അവൾ എന്നോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്റെ പേന ഉപയോഗിക്കാം എന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് പറയും? അവൾ എന്നോട് പറഞ്ഞു എനിക്ക് അവളുടെ പേന ഉപയോഗിക്കാം എന്ന് വരും അല്ലെ? അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഷീ ടോൾ മീ. ഇത് അവൾ എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഷീ ടോൾ മീ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് ഷീ സെഡ് എന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ ഷീ സെഡ് ടു മീ എന്ന് പറയാം. ഇതിലേത് വേണമെങ്കിലും ആവാം. ഷീ സെഡ്, അല്ലെങ്കിൽ ഷീ സെഡ് ടു മീ, അല്ലെങ്കിൽ ഷീ ടോൾ മീ. എന്താ പറഞ്ഞേ? ഐ കുഡ് യൂസ്, ഉപയോഗിക്കാം എന്ത്? ഹർ പെൻ, അവളുടെ പേന. മനസ്സിലായി എങ്ങനെയാണ് സെന്റൻസ് മാറി വന്നതെന്ന്? ഷീ ടോൾ മീ ഐ കുഡ് യൂസ് ഹർ പെൻ. അപ്പോ മോഡൽ വെർബ്സ് എങ്ങനെയാണ് മാറുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. വിൽ വരുമ്പോൾ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ക്യാൻ വരുമ്പോൾ അത് മാറ്റി കുഡ് എന്നും ആക്കാം. അടുത്തത് മേ ആണ്. ഈ മേ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മേ നമുക്ക് പല അർത്ഥത്തിൽ യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ മേ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം പോസിബിൾ ആണ്, അങ്ങനെ സംഭവിക്കാം എന്ന അർത്ഥത്തിലായിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ മേക്ക് പകരം എന്ത് വരും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മേക്ക് വേറെയും യൂസസ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ ഈ വാക്കുകൾ മാറ്റി മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് ആദ്യം ഈ പോസിബിലിറ്റിയുടെ കാര്യം നോക്കാം. അപ്പൊ അനു പറയുന്നത് ഐ മേ കം ബൈ കാർ, ഞാൻ കാറിന് വന്നേക്കാം എന്നാണ്. അപ്പൊ ഇവിടെ മേ കം എന്ന് വന്നല്ലോ. ഈ പോസിബിലിറ്റിയെ കുറിച്ച്, സാധ്യതയെ കുറിച്ച് പറയുന്ന കാര്യമായതുകൊണ്ട് ഇവിടെ നമുക്ക് മേക്ക് പകരം മൈറ്റ് യൂസ് ചെയ്യാം. അതായത് മേയുടെ പാസ്റ്റ് ഫോം ഉണ്ടല്ലോ മൈറ്റ്, അതിവിടെ യൂസ് ചെയ്യാം. എന്താണ് കാരണം? ഇവിടെ നമ്മൾ പോസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയും അനു സെഡ് ദാറ്റ് ഷീ മൈറ്റ് കം ബൈ കാർ എന്ന്. മനസ്സിലായോ? അനു സെഡ് ഷീ മൈറ്റ് കം ബൈ കാർ. മേ കം എന്നുള്ളത് മാറി മൈറ്റ് കം എന്നാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. ഇതുപോലെ മേ എന്നത് മാറി മൈറ്റ് വരുന്ന തരം ഒരു കേസ് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പോസിബിലിറ്റി, സാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അനുവിന്റെ വാക്കുകളാണ്. ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം എന്നാണ് അനു പറഞ്ഞത്. ഇതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക? അനു സെഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് റെയിൻ. ഇനി ശ്രദ്ധിക്കണം, ടുഡേ എന്നല്ല അവിടെ വരിക, ദാറ്റ് ഡേ എന്ന് പറയണം. അതായത് പിന്നീട് എപ്പോഴോ അല്ലേ നമ്മൾ ഈ കാര്യം പറയുന്നത്. അനു അന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ? അന്ന് മഴ പെയ്തേക്കാം എന്ന് അനു പറഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ പറയാ അനു സെഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് റെയിൻ ദാറ്റ് ഡേ. മനസ്സിലായല്ലോ? ടുഡേ മാറി ദാറ്റ് ഡേ എന്നാവും. പക്ഷെ ഈ ടുഡേ എന്ന് പറയുന്ന വാക്കിനൊരു പ്രത്യേകതയുണ്ട്. അത് വരുമ്പോഴെല്ലാം ഇങ്ങനെ ദാറ്റ് ഡേ എന്ന് തന്നെ പറയാൻ പറ്റണം എന്നില്ല. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ അവസാനം ഒരു ടിപ്പ് പോലെ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മേ എന്നുള്ളത് നമ്മൾ പോസിബിലിറ്റിയെ കാണിക്കാൻ, സാധ്യതയെ കുറിച്ച് പറയാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. പെർമിഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കാനും എല്ലാം നമ്മൾ മേ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പെർമിഷൻ ചോദിക്കുന്ന തരം സെന്റൻസസ് ഞാൻ ഇന്നത്തെ ലെസണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സും എല്ലാം നമുക്ക് വേറൊരു ലെസൺ ആയിട്ട് ചെയ്യാം. ഇന്ന് ഞാൻ സെന്റൻസസ് മാത്രമാണ് ഇതിൽ പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ മേ നമ്മൾ ചിലപ്പോൾ പെർമിഷൻ കൊടുക്കാൻ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അനുവാദം കൊടുക്കാനാണ് മേ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ മൈറ്റ് അല്ല വരിക. റിപ്പോർട്ടഡ് സ്പീച്ചിൽ അവിടെ കുഡ് ആണ് വരുന്നത്. അതിനുള്ള എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോ ജോൺ പറഞ്ഞ വാക്കുകളാണിത്. നിങ്ങൾക്ക് എന്റെ കാർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അയാൾ എനിക്ക് അതിനൊരു പെർമിഷൻ തരികയാണ്, അനുവാദം തരികയാണ് അല്ലെ? അതിന് ഞാൻ പറയുന്നത് യു മേ യൂസ് മൈ കാർ എന്നാണ്. അവിടെ മേ ഉപയോഗിക്കുന്നത് പെർമിഷൻ കൊടുക്കാനാണ്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ ഞാൻ പറയും ഹി സെഡ് ഐ കുഡ് യൂസ് ഹിസ് കാർ എന്ന്. അയാൾ പറഞ്ഞു എനിക്ക് അയാളുടെ കാർ വേണമെങ്കിൽ ഉപയോഗിക്കാം, പെർമിഷൻ തരികയാണ്. ഹി സെഡ് ഐ കുഡ് യൂസ് ഹിസ് കാർ. മനസ്സിലായോ എന്തൊക്കെയാണ് വ്യത്യാസം വന്നതെന്ന്? അപ്പൊ ഇവിടെ മേ യൂസ് എന്നുള്ളത് മാറി കുഡ് യൂസ് എന്ന് വന്നു. കാരണം ഇവിടെ പെർമിഷൻ തരാനാണ് അത് ഉപയോഗിച്ചത്. നമ്മളിപ്പോ ഏതെല്ലാം മോഡൽ വെർബ്സ് കവർ ചെയ്തു? വിൽ, ക്യാൻ, മേ. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഷാൽ ആണ്. അപ്പൊ ഷാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് നമ്മൾ പല അർത്ഥത്തില് പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡൽ വെർബാണ്. അതിലൊന്നെന്ന് പറയുന്നത് വിൽ എന്നത് ഉപയോഗിക്കുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ ഷാൽ യൂസ് ചെയ്യാറുണ്ട്.
അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. കാരണം ഷാലിന്റെ വേറൊരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ, ഞാൻ ഇങ്ങനെ ചെയ്തു കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ചിലപ്പോൾ ഷാൽ യൂസ് ചെയ്യും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുമ്പോൾ, ക്വസ്റ്റ്യൻസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഷാൽ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നമുക്ക് വേറൊരു ലെസണിൽ നോക്കാം. ഇപ്പൊ സെന്റൻസസിൽ ഷാൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ടോമിന്റെ വാക്കുകളാണ് കേട്ടോ ഇത്. ഐ ഷാൽ കം ലേറ്റർ, ഞാൻ പിന്നീട് വരാം എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെ വിൽ എന്നൊരു അർത്ഥത്തിൽ, അതായത് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നൊരു മീനിങ്ങിലാണ് പറയുന്നത്. ഐ ഷാൽ കം ലേറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ടോം സെഡ് ദാറ്റ് ഹി വുഡ് കം ലേറ്റർ. ഇവിടെ നിങ്ങൾ ഒരു പക്ഷെ വിചാരിച്ചേക്കാം ഷാൽ മാറി ഷുഡ് വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഷാൽ യൂസ് ചെയ്തത് വിൽ പോലെയാണ്. അതുകൊണ്ടാണ് ഷാൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വന്നപ്പോൾ ഇവിടെ വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയ വുഡ് യൂസ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം ലേറ്റർ. ഷാൽ കം മാറി വുഡ് കം ആയി. വിൽ കം നമ്മൾ എങ്ങനെ മാറ്റും? വുഡ് കം എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവിടെ ഷാൽ കം നമ്മൾ മാറ്റിയത്. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സിൽ, സെന്റൻസസിലാണ് ഇങ്ങനത്തെ ചേഞ്ച് വരിക. ഷാൽ വരുന്ന തരം സെന്റൻസസ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ അവിടെ വുഡ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കാണുന്നത് സൂസൻ എന്നോട് പറഞ്ഞ വാക്കുകളാണ്. ഐ ഷൽ കോൾ യു വെൻ ഐ ഗെറ്റ് ഹോം. ഞാൻ വീട്ടിലെത്തുമ്പോ നിന്നെ വിളിക്കാം എന്നാണ് പറഞ്ഞത്. ഐ ഷൽ കോൾ യു വെൻ ഐ ഗെറ്റ് ഹോം. ഇതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുന്നത് നോക്കൂ. സൂസൻ സെഡ് ദാറ്റ് ഷീ വുഡ് കോൾ മീ വെൻ ഷീ ഗോട്ട് ഹോം. അപ്പൊ രണ്ട് ചേഞ്ചസ് അവിടെ വന്നു. മനസ്സിലായോ? ഐ ഷാൽ കോൾ എന്നുള്ളത് മാറി ഷീ വുഡ് കോൾ എന്നാക്കി. ഷീ വുഡ് കോൾ മീ, അവൾ എന്നെ വിളിക്കും എന്ന്. എപ്പോ? അവൾ വീട്ടിലെത്തുമ്പോൾ. അപ്പൊ അവിടെ നമ്മളത് ആ ഗെറ്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസും ആക്കണം. അപ്പോ സൂസൻ സെഡ് ദാറ്റ് ഷീ വുഡ് കോൾ മീ വെൻ ഷീ ഗോട്ട് ഹോം. ഗെറ്റ് മാറി ഗോട്ട് കൂടെ ആക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇനി അടുത്ത മോഡൽ വേർബ് മസ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ മസ്റ്റിന് ക്യാൻ, വിൽ അതിന്റെയൊക്കെ പോലെയല്ല, പാസ്റ്റ് ഫോം ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ സെന്റൻസ് ആദ്യം കാണിക്കാം. ടോം പറയാണ് ഐ മസ്റ്റ് ലീവ് അറ്റ് 10. എനിക്ക് 10 മണിക്ക് പോയേ തീരൂ. ഐ മസ്റ്റ് ലീവ് അറ്റ് 10. അപ്പൊ ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഹി സെഡ് ദാറ്റ് ഹി മസ്റ്റ് ലീവ് അറ്റ് 10. അപ്പോ മസ്റ്റിന് പകരം മസ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്, അത് മാറുന്നില്ല. അല്ലെങ്കിൽ നമുക്കവിടെ ഹാവ് ടുവിന്റെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. കാരണം ഏകദേശം മസ്റ്റ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇവിടെ ഹാവ് ടുവിന്റെ പാസ്റ്റ് ടെൻസ് ആയ ഹാഡ് ടു യൂസ് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ എനിക്ക് പറയാം ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ടു ലീവ് അറ്റ് 10. മനസ്സിലായോ? അങ്ങനെയാണ് ഈ മസ്റ്റിന് പകരം ഹാഡ് ടു വരുന്നത്. അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ വിൽ മാറി വുഡ് ആവും, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ കുഡ്, വുഡ്, ഷുഡ് അങ്ങനെയുള്ള പാസ്റ്റ് ഫോംസ് വരുമ്പോൾ അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നത്. ഇവിടെയാണ് ഒരു ഗുഡ് ന്യൂസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇതുപോലെയുള്ള പാസ്റ്റ് ഫോംസ് വരുമ്പോൾ വുഡ്, കുഡ്, മൈറ്റ്, ഷുഡ്, പിന്നെ ought to, used to, need, അത് നീഡിന്റെ എന്നാണ് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. ഇതിനെല്ലാം വേറെ പകരം മാറ്റേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ തന്നെ ഒരു ചേഞ്ചും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഇതുപോലെ കുഡ് അല്ലെങ്കിൽ വുഡ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു വ്യത്യാസവും വരുത്തണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ റിപ്പോർട്ടിംഗ് ക്ലോസ് പാസ്റ്റ് ടെൻസ് വരുന്ന തരം എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം, അല്ലെ? ഹി സെഡ്, ഷീ സെഡ്, ജോൺ സെഡ് എന്നൊക്കെയല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ തന്നെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ജനറൽ റൂളിൽ പെടാത്ത ചില കേസസ് ഉണ്ട്. അതെന്താന്ന് ഞാൻ പറയാം. ഇപ്പോ രവി എന്നോട് പറയാണ് ഐ വിൽ ബി ഓൺ ലീവ് ടുമോറോ. നാളെ ഞാൻ ലീവിലായിരിക്കും എന്ന്. ഇത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അത് കേൾക്കാത്തത് കൊണ്ട് എന്നോട് ചോദിക്കുകയാണ് എന്താ രവി പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ പറയുക? ഞാൻ അവിടെ പറയും രവി പറഞ്ഞു നാളെ രവി ലീവിലായിരിക്കും എന്ന്. അവിടെ ടുമോറോ എന്നുള്ള വാക്കൊന്നും ഞാൻ മാറ്റേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ ഉടനെ തന്നെയാണ് ഞാനത് വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ? അവിടെ വലിയൊരു കാലതാമസം ഒന്നും ഉണ്ടായില്ല. ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഞാനിപ്പോ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ ടെൻസ് മാറ്റേണ്ട. ആ ടുമോറോ എന്നുള്ള അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടല്ലോ, ആ ടൈം അല്ലെങ്കിൽ പ്ലേസ് ഒക്കെ കാണിക്കുന്ന ആ റെഫറൻസ് വരുന്ന തരം വാക്കുകൾ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു എക്സെപ്ഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഞാൻ എന്ത് പറയും? രവി സെഡ് ദാറ്റ് ഹി വിൽ ബി ഓൺ ലീവ് ടുമോറോ. രവി എന്നോട് പറഞ്ഞു, അതെന്റെ അടുത്ത് നിൽക്കുന്ന ആളോട് ഞാൻ അപ്പൊ തന്നെ പറയാണ് രവി സെഡ് ദാറ്റ് ഹി വിൽ ബി ഓൺ ലീവ് ടുമോറോ എന്ന് ഞാൻ ഉടനെ പറയുന്നത് കൊണ്ടാണ് വ്യത്യാസങ്ങളൊന്നും വരുത്താത്തത്.
അപ്പൊ ഇവിടെ കണ്ടല്ലോ, ആ റിപ്പോർട്ടിംഗ് ക്ലോസ് ശരിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്. രവി സെഡ് ദാറ്റ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ടെൻസിൽ പോലും ചേഞ്ചസ് വരുത്തണ്ട. അതിന് കാരണം ഉടനെ തന്നെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്. ഇതുപോലെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്നോട് ഇപ്പൊ ആരെങ്കിലും ഫോൺ ചെയ്ത് പറയാണ്, ഞാൻ ടെസ്റ്റ് പാസ്സായി, ഐ പാസ്ഡ് ദ ടെസ്റ്റ്. ഈ ഫോൺ വെച്ച ഉടനെ തന്നെ അടുത്ത് നിൽക്കുന്ന ആളിനോട് ചോദിക്കാൻ അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഹി സെഡ് ദാറ്റ് ഹി പാസ്ഡ് ദ ടെസ്റ്റ്. അവിടെ ഞാൻ ഹി ഹാഡ് പാസ്ഡ് ദ ടെസ്റ്റ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇത് പണ്ടെപ്പോഴോ കഴിഞ്ഞ കാര്യമല്ലല്ലോ. ഇപ്പൊ എന്നോട് പറഞ്ഞത് ഞാൻ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് പലപ്പോഴും സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഡേ ടു ഡേ ലൈഫിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ലോജിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഈ ഗ്രാമർ റൂൾ നോക്കി പാസ്റ്റ് സിമ്പിൾ വന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാക്കാനൊന്നും നിൽക്കണ്ട. ഉടനെ തന്നെ നടന്നൊരു കാര്യമാണെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 2 എക്സാമ്പിൾസും നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് പരീക്ഷയ്ക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇതൊന്നും നോക്കണ്ട, ഗ്രാമർ റൂൾ നോക്കി തന്നെ ആൻസർ ചെയ്യാട്ടോ. ആ വ്യത്യാസം മനസ്സിലാക്കണേ. ഇനി അടുത്ത എക്സെപ്ഷൻ എന്താണെന്ന് അറിയാമോ? എപ്പോഴും സത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന തരം കാര്യങ്ങളില്ലേ, ലോകത്തുള്ള പല ഫാക്ട്സ് ഉണ്ട് അല്ലെ, മാറ്റമില്ലാത്ത ചില വസ്തുതകൾ. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. ഇപ്പോ ബെൻ പറയാണ്, there are 7 days in a week. ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. അപ്പൊ ബെൻ എന്താ പറഞ്ഞത് എന്ന് എന്റെ അടുത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? ബെൻ സെഡ് ദാറ്റ് there were 7 days in a week എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പണ്ട് ആഴ്ചയിൽ 7 ദിവസം ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ലല്ലോ. ഇതൊരു ഫാക്ട് ആണ്, എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അല്ലെ. അവിടെ നമ്മൾ ഒരു കാരണവശാലും ആ ടെൻസ് മാറ്റരുത്. അവിടെ നമ്മൾ പറയാ ബെൻ സെഡ് there are 7 days in a week എന്ന് തന്നെയാണ്. ഇതുപോലെ വേറൊരെണ്ണം, the sun rises in the east എന്ന് പറയുന്നു. സൂര്യൻ കിഴക്കുദിക്കുന്നു അല്ലെ. അപ്പൊ ഇത് എന്നോട് ഇപ്പൊ ഒരാളിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന ആള് എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? He said the sun rises in the east. അവിടെ നമ്മൾ the sun rose എന്നാക്കി മാറ്റേണ്ട കാര്യമില്ല, പാസ്റ്റ് ടെൻസ് ആക്കേണ്ട കാര്യമില്ല ഇവിടെ. അപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? ഫാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ഇതുപോലെ തന്നെ മാറാൻ പോകുന്നില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും, ഇപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട് പറഞ്ഞു മൈ നെയിം ഇസ് റീറ്റ. അപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കാണ് ആ കുട്ടി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? ഷീ സെഡ് ഹെർ നെയിം ഇസ് റീറ്റ. അല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ ഷീ സെഡ് ഹെർ നെയിം വാസ് റീറ്റ എന്ന്? റൂള് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആക്കണം എന്നാണെന്ന് പറഞ്ഞ് അതിവിടെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലോജിക് നോക്കുക. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് ഓരോ വാക്കായിട്ട് എടുത്ത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം എന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം നോക്കൂ, ഹി സെഡ് താങ്ക് യു. അയാൾ എന്നോട് പറഞ്ഞത് താങ്ക് യു എന്നാണ്. അപ്പൊ അത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ എങ്ങനെയാണ് ഞാൻ ആക്കുന്നത്? ഹി സെഡ് ദാറ്റ് ഒന്നും വേണ്ട, ഹി താങ്ക്ഡ് മീ. അയാൾ എന്നോട് നന്ദി പറഞ്ഞു എന്ന് എനിക്ക് അങ്ങനെയും പറയാം. ഹി താങ്ക്ഡ് മീ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഒരു കാര്യത്തിന് സോറി പറയുമ്പോൾ, ഇപ്പൊ ഒരാൾ നമ്മളോട് അപ്പോളജൈസ് ചെയ്യാണെന്നിരിക്കട്ടെ. അപ്പൊ ഐ എം സോറി എന്നാണ് ടോം പറഞ്ഞത്. ഐ എം സോറി ടോം സെഡ്. അവിടെ ഞാൻ എന്ത് പറയും? ടോം അപ്പോളജൈസ്ഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ടോം സെഡ് ഹി വാസ് സോറി എന്ന് പറയണ്ട. ടോം അപ്പോളജൈസ്ഡ് എന്ന് പറഞ്ഞാലും ഒരേ കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം കണ്ട 2 സെന്റൻസസ് ഓർമ്മയുണ്ടല്ലോ? ഹി സെഡ് ഐ എം ഹംഗ്രി, ഹി സേസ് ഐ എം ഹംഗ്രി. അതും പറഞ്ഞാണ് നമ്മൾ ഇന്നത്തെ ലെസൺ തുടങ്ങിയത് തന്നെ അല്ലെ. അപ്പൊ ആദ്യത്തെ എക്സാമ്പിളില് റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മളിത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക? ഹി സെഡ് ഹി വാസ് ഹംഗ്രി എന്ന് പറയും. രണ്ടാമത്തേല് നോക്കൂ, അവിടെ ആ റിപ്പോർട്ടിംഗ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. അയാൾ പറയുന്നു അയാൾക്ക് വിശക്കുന്നു എന്ന്. അപ്പൊ അയാൾ പറയുന്നു, അയാൾ ഇപ്പൊ എന്നോട് പറയുന്ന കാര്യമാണ്. ആ റിപ്പോർട്ടിംഗ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു ചേഞ്ചും വരുത്തണ്ട. അതൊരു നല്ല കാര്യമല്ലേ? അവിടെ നമ്മൾ പറയേണ്ടത് ഹി സേസ് ഹി ഈസ് ഹംഗ്രി എന്നാണ്. അതായത് ടെൻസിൽ ചേഞ്ച് ഒന്നും വരുത്തണ്ടെന്ന്. ഐ എം ഹംഗ്രി എന്നുള്ളത് മാറ്റി ഹി ഈസ് ഹംഗ്രി എന്നാക്കണം. രണ്ടും പ്രസന്റ് സിമ്പിൾ തന്നെയാണല്ലോ അല്ലെ. ഐ ആം എന്നുള്ളത് മാറി ഹി ഈസ് എന്ന് വന്നു. പക്ഷെ വാസ് എന്നാക്കണ്ട. ഹംഗ്രി ആയിരുന്നു എന്ന് പറഞ്ഞ് ടെൻസ് മാറ്റണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ വേറൊരെണ്ണം നോക്കൂ, ഹി സേസ് ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്നാണ് അയാൾ പറയുന്നത്. ഹി സേസ്, അയാൾ ഇപ്പൊ പറയുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ എന്ത് പറയും റിപ്പോർട്ടഡ് സ്പീച്ചിൽ? ഹി സേസ് ഹി ലൈക്സ് ഐസ്ക്രീം. ആദ്യം ഐ ലൈക്ക്, ഇവിടെ ഹി ലൈക്സ്. ടെൻസ് സെയിം ആണ്, പ്രസന്റ് സിമ്പിൾ തന്നെയാണ് വന്നത്.
ഐ ആയതുകൊണ്ട് അവിടെ ലൈക്ക് വന്നു, ഇവിടെ ഹി വന്നതുകൊണ്ട് ലൈക്സ് വന്നു. അവൻ പറയുന്നു അവന് ഐസ്ക്രീം ഇഷ്ടമാണെന്ന്. ഹി സേസ് ഹി ലൈക്സ് ഐസ്ക്രീം. ഒരെണ്ണം കൂടെ പറയാം. ഷീ സേസ് ഐ വിൽ ബി ലേറ്റ്. അവള് പറയുന്നു അവള് വൈകും എന്നാണ് അവൾ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഞാനത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക? അവള് പറയുന്നു അവള് വൈകുമെന്ന് പറഞ്ഞാൽ മതി. ഷീ സേസ് ഷീ വിൽ ബി ലേറ്റ്. അവിടെ വിൽ മാറ്റി വുഡ് കൊണ്ടുവരണ്ട. മനസ്സിലായോ? ഷീ സേസ് ഷീ വിൽ ബി ലേറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ റിപ്പോർട്ടിംഗ് വേർബ് അത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ റൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ കണ്ട പല എക്സാമ്പിൾസിലും ടെൻസസ് മാറുന്നത് എങ്ങനെയാണെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, വേറെ പല വാക്കുകളും ഇപ്പോ നൗ എന്നുള്ളത് ദെൻ ആയി മാറും, ഹിയർ ദേർ ആയി, അതുപോലെ ടുമോറോ, യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ. അവിടെ ഞാൻ പറയാതെ പോയ കുറച്ച് വാക്കുകളാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ദിസ് ആണ്. ഈ ദിസ് എന്നുള്ളത് നമ്മൾ സമയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ അത് ദാറ്റ് ആയി മാറും. എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത് ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോ ഒരാൾ പറയാണ് ഐ എം ട്രാവലിംഗ് ദിസ് വീക്ക്. ഈ ആഴ്ച ഞാൻ ട്രാവൽ ചെയ്യുകയാണ്. ഐ എം ട്രാവലിംഗ് ദിസ് വീക്ക്. അവിടെ അത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ നമ്മൾ പറയും ഹി സെഡ് ദാറ്റ് ഹി വാസ് ട്രാവലിംഗ് ദാറ്റ് വീക്ക്. കാരണം ഇവിടെ ദിസ് വീക്ക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ച എന്നാണ്, അല്ലെ? അത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ നമ്മൾ പറയും അയാൾ പറഞ്ഞു അയാൾ ആ ആഴ്ച യാത്ര ചെയ്യുകയായിരുന്നു എന്ന്. ഹി സെഡ് ഹി വാസ് ട്രാവലിംഗ് ദാറ്റ് വീക്ക്. അപ്പൊ ടൈമിനെ കുറിച്ചാണ് അവിടെ റെഫർ ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ ദിസ് മാറ്റി ദാറ്റ് ആക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ദിസ് വരുന്നിടത്തെല്ലാം ദാറ്റ് എന്നല്ല വരിക. അതിനുള്ള എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോ ആരെങ്കിലും പറയാണ് ഐ ലൈക്ക് ദിസ് കാർ. എനിക്ക് ഈ കാർ ഇഷ്ടമായി എന്നാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ ടൈമിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെ? ഏത് കാർ എന്നത് പറയാനാണ് നമ്മൾ ദിസ് കാർ എന്ന് പറഞ്ഞത്. ആ ദിസ് എന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ആഡ്ജക്റ്റീവ് ആയിട്ടാണ് വന്നത്, അല്ലെ? അങ്ങനെ വരുമ്പോ ആ ദിസ് മാറി ദ എന്നാണ് ആയി മാറുന്നത്. ഇവിടെ ഞാൻ പറയാ he said that he liked the car. അവിടെ he said that he liked that car എന്ന് പറയണ്ട. കാരണം ആ that car എന്ന് പറയുമ്പോൾ ഏത് കാർ എന്ന് കേട്ട് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണം എന്ന് പോലും ഇല്ല, അല്ലെ? അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേക കാർ, അതിന് ദ കാർ എന്ന് മാത്രം റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ ടൈമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ദിസ് വീക്ക് വിൽ ബിക്കം ദാറ്റ് വീക്ക്. നേരെ മറിച്ച് ഒരു ആഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ദിസ് എന്നുള്ളത് മാറി ദ എന്ന് യൂസ് ചെയ്യാം. അതുപോലെ മുൻപ് നമ്മൾ കണ്ടു യെസ്റ്റർഡേ എന്നുള്ളതിന് പകരം ദ ഡേ ബിഫോർ, അല്ലെങ്കിൽ വേണമെങ്കിൽ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നും പറയാം. ഇനി മിനിയാന്ന് എന്ന് തന്നെ സെന്റൻസിൽ വന്നാൽ എന്ത് ചെയ്യും? ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് വന്നാൽ എന്ത് ചെയ്യും? അവിടെ നമ്മൾ പറയും 2 days before എന്ന്. അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവിടെ 2 days before എന്ന് പറയും. ഇനി മറ്റന്നാൾ എന്ന് വന്നാലോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ദ ഡേ ആഫ്റ്റർ ടുമോറോ എന്നല്ലേ പറയുക. അങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്ത് യൂസ് ചെയ്യും? അവിടെ 2 days later അല്ലെങ്കിൽ in 2 days time എന്ന് പറയാം. 2 ദിവസത്തിന് ശേഷം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. 2 days later അല്ലെങ്കിൽ in 2 days time. അതുപോലെ മുൻപ് നമ്മൾ കണ്ടു യെസ്റ്റർഡേ എന്നുള്ളതിന് നമ്മൾ ദ ഡേ ബിഫോർ എന്ന് പറയും. അപ്പൊ അതുപോലെ ഇന്നലെ രാത്രി എന്നുള്ളതിന് നമ്മൾ ലാസ്റ്റ് നൈറ്റ് എന്നാണ് പറയുക. ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുക? അവിടെ നമുക്ക് ദ നൈറ്റ് ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് നൈറ്റ് എന്ന് പറയാം. ദ ഡേ ബിഫോർ എന്ന് ഇന്നലെ പറയുന്ന പോലെ ഇന്നലെ രാത്രിക്ക് ദ നൈറ്റ് ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് നൈറ്റ് എന്ന് പറയാം. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ബെൻ പറയാണ് ഐ സ്പോക്ക് ടു ഹെർ ലാസ്റ്റ് നൈറ്റ്. ഞാൻ അവളോട് ഇന്നലെ രാത്രി സംസാരിച്ചു. അപ്പോ ഇത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുമ്പോൾ നമ്മൾ പറയും ബെൻ സെഡ് ഹി ഹാഡ് സ്പോക്കൺ ടു ഹെർ ദ നൈറ്റ് ബിഫോർ. മനസ്സിലായോ? സ്പോക്കൺ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, അത് മാറ്റി ഹാഡ് സ്പോക്കൺ വരണം. പിന്നെ ലാസ്റ്റ് നൈറ്റിന് പകരമാണ് ദ നൈറ്റ് ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് നൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളിപ്പോ ഇത്രയെല്ലാം ഗ്രാമർ റൂൾസ് ഈ റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു. ഇതൊക്കെയാണെങ്കിലും സാധാരണ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുമ്പോൾ ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഈ ഗ്രാമർ റൂൾസ് എല്ലാം അപ്ലൈ ചെയ്ത് പറയാൻ പറ്റണം എന്നില്ല. അവിടെ നമ്മൾ കൂടുതൽ ലോജിക് ആണ് നോക്കുക. മനസ്സിലായോ? അവിടെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നില്ല. ഇപ്പൊ ഞാൻ അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഇന്ന് സൺഡേ ആണെന്നിരിക്കട്ടെ, അനു പറയാണ് ഐ എം ലീവിങ് ടുഡേ. ഞാൻ ഇന്ന് പോവാണ് എന്നാണ് അനു പറയുന്നത്. എന്ന് പോവാണ്? സൺഡേ പോവാണെന്ന് സൺഡേ അനു എന്നോട് പറയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ ആരോടെങ്കിലും എനിക്കിത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയേണ്ടി വരുമ്പോൾ ഞാൻ എന്ത് പറയും? അനു സെഡ് ഷീ വാസ് ലീവിങ് ടുഡേ എന്ന് പറയും.
അപ്പൊ അവിടെ ഞാൻ അനു പറഞ്ഞ ഐ എം ലീവിങ് ടുഡേ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലും യൂസ് ചെയ്തത്. കാരണം അതേ ദിവസമാണ് ഞാനത് പറയുന്നത്. അപ്പോ അനു സെഡ് ഷി വാസ് ലീവിങ് ടുഡേ എന്ന് പറയും. ഇനി ഇതിന്റെ അടുത്ത ദിവസം മൺഡേ എനിക്ക് ആരോടെങ്കിലും പറയേണ്ടി വന്നാൽ ഞാൻ പറയും അനു സെഡ് ഷി വാസ് ലീവിങ് യെസ്റ്റർഡേ. കാരണം പിറ്റേന്നാണ് ഞാനത് പറയുന്നത് അല്ലെ, അപ്പൊ എനിക്ക് ഇന്നലെ എന്ന് പറയുന്നതാണ് സൗകര്യം. അനു സെഡ് ഷി വാസ് ലീവിങ് യെസ്റ്റർഡേ എന്ന് പറയും. ഒരു ദിവസം കൂടെ കഴിഞ്ഞ ചൊവ്വാഴ്ച ട്യൂസ്ഡേ ആരോടെങ്കിലും പറയേണ്ടി വന്നാൽ ഞാനവിടെ പറയാ അനു സെഡ് ഷി വാസ് ലീവിങ് ഓൺ സൺഡേ. അവിടെ സൺഡേ എന്ന് പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവും 2 ദിവസം മുമ്പത്തെ സൺഡേ ആണ് ഈ പറയുന്നതെന്ന്. അനു സെഡ് ഷി വാസ് ലീവിങ് ഓൺ സൺഡേ എന്ന് പറയും. നേരെ മറിച്ച് കുറെ ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെങ്കിൽ അവിടെ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ പറയുന്നതിന് പ്രസക്തി ഇല്ലല്ലോ. ഏത് സൺഡേ ഏത് മൺഡേ എന്നല്ലേ കേൾക്കുന്നവർ വിചാരിക്കുള്ളൂ. അവിടെ ഞാൻ ആ ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്ന് പറയും. അനു സെഡ് ഷി വാസ് ലീവിങ് ദാറ്റ് ഡേ. ഈ പറഞ്ഞ ആ ദിവസം മനസ്സിലായോ? അനു സെഡ് ഷി വാസ് ലീവിങ് ദാറ്റ് ഡേ. അപ്പൊ നോക്കൂ, ഇവിടെ ഈ സെന്റൻസിൽ ടുഡേ എന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഏതെല്ലാം രീതിയിലാണ് പറയാൻ പറ്റുന്നത് നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ആ ലോജിക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും സാധാരണ സംസാരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത്. അങ്ങനെ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരം റൂൾസും നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടതെല്ലാം സെന്റൻസസ് ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻസ് അതുപോലെ നെഗറ്റീവ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ലെസൺ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം, നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മിനി പറഞ്ഞത് ഇതാണ്, ഐ നോ ദി ആൻസർ. ഇതാണ് മിനിയുടെ വേർഡ്സ്. ഇത് നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കണം. അതായത് മിനി സെഡ് എന്ന് പറഞ്ഞ ഈ സെന്റൻസ് നിങ്ങൾ ഫ്രേസ് ചെയ്യണം. മനസ്സിലായല്ലോ? നിങ്ങളാണത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കേണ്ടത്. രണ്ടാമത്തത് റിയ പറയാണ്, ഐ മെറ്റ് അനു യെസ്റ്റർഡേ. ഇതാണ് റിയയുടെ വേർഡ്സ്. ഐ മെറ്റ് അനു യെസ്റ്റർഡേ. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താണ് ടെൻസ് വന്നിരിക്കുന്നത് നോക്കൂ, അതിനനുസരിച്ച് റൂൾ അപ്ലൈ ചെയ്യൂ, അത്രയേ ഉള്ളൂ. മൂന്നാമത്തത് അലക്സ് സെഡ് ഐ ക്യാൻ സീ യു. ഇതാണ് അലക്സ് പറഞ്ഞത്, ഐ ക്യാൻ സീ യു. നാലാമത്തത് നോക്കൂ, ടോം സേസ് ദ ട്രെയിൻ ഇസ് ലേറ്റ്. ഇത് ടോം സേസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ, റിപ്പോർട്ടിംഗ് ക്ലോസ്. ടോം സേസ് ദ ട്രെയിൻ ഇസ് ലേറ്റ്. അപ്പൊ ഇതെല്ലാം ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കിയിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും എന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ ഒറ്റ ഒരു കാഴ്ചയിൽ ഇത് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. അത് നിങ്ങൾക്ക് ടൈം അനുസരിച്ച് നിങ്ങൾ ഓരോരോ ഭാഗങ്ങളായിട്ട് കണ്ട് മനസ്സിലാക്കി വെക്കൂ, നോട്ട്സ് എഴുതിയെടുക്കൂ, എന്നിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ അറിയിക്കുക. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്താൽ എനിക്കത് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ താമസിയാതെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.